അതായത് സെൽഫ് റിപ്പയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ഇൻ്റലിജൻസിനെ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള തൊട്ടറിഞ്ഞ ഒരറിവിൽ നിന്നുകൊണ്ടാണ് ഈ ഭാഗം ഷെയർ ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ നമ്മളെ നിലനിർത്തുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല. ആ ഇൻ്റലിജൻസിനെ നമ്മുടെ ശ്രദ്ധയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന് വെറുതെ അല്ല, എന്തെങ്കിലും തോന്നിയോസം ചെയ്യല്ല, മനസ്സിൻ്റെ ഭാഗമല്ല ഇത്. ഇത് ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനത്തെ സജീവമാക്കി ശരീരമാക്കി നിലനിർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഇൻ്റലിജൻസിനെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് കാലങ്ങളായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ശരീരത്തിൻ്റെ വൃത്തിയിൽ നടന്നതിൻ്റെ അനന്തരഫലമാണ്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ മാറിയിട്ടാണ് ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് അഭ്യസിച്ചതിൻ്റെ ശ്രദ്ധയോടുകൂടി നമ്മളെ കൊണ്ടു നടന്നതിൻ്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ ഇതിങ്ങോട്ട് വന്നിരുന്ന് കേട്ടേച്ചും ഉടനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് ധരിച്ചാൽ തെറ്റിദ്ധാരണയാണ്. വന്നിരുന്നാൽ ഉടനെ എന്ത് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, എത്രത്തോളം എനിക്ക് അറിവിൽ നിൽക്കാൻ പറ്റുന്നു, അതൊരു വ്യക്തിയിൽ എത്രത്തോളം പ്രായോഗികമായിട്ട് പോസിബിളാണ്, അത് ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട്. അപ്പോൾ എൻ്റെ പല്ലിന് വേദന വന്നിട്ട് പല്ല് പറിച്ച് കളയണമെന്നാൽ എനിക്ക് അത്രയും വേദനയാണ്. പക്ഷേ അതവിടെ ഒക്കെ ആ പറിച്ച് കളയണമെന്നുള്ള മനസ്സിൻ്റെ ശരീരത്തിൻ്റെ താല്പര്യത്തേക്കാൾ കൂടുതൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തിന് സ്ഥാനം കൊടുത്ത് വളരെ വ്യക്തമായിട്ട് പ്രവർത്തിച്ച് തുടർന്ന് പല്ലിൻ്റെ വേദനയെ മാറ്റം വരുത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നുവെച്ചാൽ ഒരു മരുന്നും എടുക്കാതെ അപ്പോൾ സെൽഫ് റിപ്പയറിങ് പോസിബിളാണ് എന്ന് നമ്മൾ അറിഞ്ഞു. അതുകൊണ്ട് അടുത്ത ആൾ സെൽഫ് റിപ്പയറിങ്ങിൻ്റെ ഭാഗത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് സാവകാശം വളരെ സാവകാശം. ഇത് മെഡിക്കൽ സയൻസിനെ വെല്ലുവിളിക്കുക ഒന്നുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട. ശരീരത്തിൽ ഇങ്ങനെയുള്ള സവിശേഷത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, തൊട്ടറിഞ്ഞത് കൊണ്ട് അത് അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാതെ സ്വന്തം പ്രാപ്തിയിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങ് വന്ന് കയറി ഇതൊക്കെ കേട്ടു, അതുകൊണ്ട് ഉടനെ ഇയാൾ പറഞ്ഞ് കേട്ടു ഞാനതൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ടായി, ഞാൻ മരിച്ചുപോയി എന്ന് പറയേണ്ട ഒരു ഗതികേട് ഇങ്ങനെ മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമല്ലേ ഇത്. മറ്റൊരാളും പറഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമല്ല. ഈ താഴത്തിരിക്കുന്ന യൂജിൻ ബോബി മരിച്ചുകൊണ്ട കാലം പണ്ടേ കഴിഞ്ഞ വ്യക്തിയാണ്. കാരണം മസിൽ ഡിസ്ട്രോഫിയെ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്, കൈകാലൊക്കെ ചലിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഈ വ്യക്തിയോട് സംസാരിച്ച് കാലഘട്ടം വർഷങ്ങളായിട്ട്. അത് ഇന്നും ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ക്ലബ് ഹൗസിൽ വന്നിരുന്ന് സഭാസിനെ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം കേൾക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ തെളിച്ചമുണ്ടാകുന്നതുകൊണ്ടാണ്. പുള്ളിക്ക് ഭയങ്കര വലിയ ഇൻ്റർനാഷണൽ ബിസിനസ്സുള്ള വ്യക്തിയാണ്, ഇൻ്റർനാഷണൽ ബിസിനസ്സുള്ള ആളാണ്. ആ വ്യക്തി ഇതിങ്ങനെ വന്നിരുന്ന് ആ ഭാഗം ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നെ ശ്രദ്ധിച്ച് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ് എന്നൊരു ഭാഗത്ത് പുള്ളി എത്രത്തോളം താല്പര്യം കൊടുക്കുന്നത്, അത് പുള്ളിയുടെ താല്പര്യമാണ്. എനിക്കൊരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ താല്പര്യവും എൻ്റെ അറിവും. പക്ഷെ പുള്ളി അതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ആകുന്നു, പുള്ളി ഇൻവോൾവ് ആയാലേ മാത്രമേ നടക്കത്തുള്ളൂ. വർഷങ്ങളായി മനസ്സിലായി.
8-10 വർഷം കൂടുതലായി. പുള്ളിക്ക് വളരെ സാവകാശമാണ്. കാരണം ഒരു താല്പര്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞത് കേൾക്കണമെന്ന്. പുള്ളിയുടെ അപ്പൻ ഇനി കിട്ടിയ ഒരു റിസൾട്ട് കൊണ്ടാണ്, അപ്പനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. എന്നെ അറിയാം, അല്ലാതെ അറിയാവുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അപ്പൻ കൊണ്ടുവന്ന് കൈപിടിച്ച് കൊടുത്തത് കൊണ്ട് എന്നെ മനസ്സില്ലാ മനസ്സോടെ കേൾക്കാൻ തുടങ്ങിയ വ്യക്തിയാണ് ഈ താഴെ ഇരിക്കുന്ന യൂജിൻ ബോബി. പുള്ളി കേട്ടിട്ട് പുള്ളിക്ക് എത്രത്തോളം പുള്ളിയിൽ ഇരിക്കാൻ പറ്റുന്നു. പുള്ളി സ്ട്രോങ് ആയിട്ട് പുള്ളിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വർക്ക് ചെയ്ത് കയറി വരാം. ഞാൻ എന്നും പറയാനാണ്, പുള്ളി എഴുന്നേറ്റ് വന്ന് വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ലോകത്തോട് സംസാരിക്കണം. എൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ആഗ്രഹം വേണ്ടേ? അവനവനെ ആഗ്രഹം ഉണ്ടാണ്. ഇത് ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. തനിക്ക് ഞാൻ പെർഫെക്റ്റാണ് എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. ഞാൻ പെർഫെക്റ്റാണെന്ന് പറയാൻ ആർക്കും അതിനുള്ള ക്വാളിറ്റി ഇല്ല. ഞാൻ പെർഫെക്റ്റാണ്. എന്നിൽ ഞാനായിട്ടിരിക്കുന്നത് പെർഫെക്റ്റായിട്ടൊരു സംവിധാനമാണ്. ആ പെർഫെക്റ്റ്നെസ്സിനെ നമുക്ക് കൈകൂപ്പാൻ പറ്റുന്നില്ല, നമ്മുടെ അഹങ്കാരം കാരണം. എന്തുകൊണ്ട് അഹങ്കാരം ഉണ്ടായി? മറ്റുള്ളവരുടെ ബലഹീനതയുടെ മുമ്പിൽ ഞാൻ അവനേക്കാൾ കേമനാണ്. ആ അവസ്ഥയിൽ നിന്നാണ് നമ്മൾ വിഘടിച്ചു പോകുന്നത്, നമ്മൾ അകന്നു പോകുന്നത്. ഒരാളോട്ട് സഹകരിക്കാൻ പറ്റാത്തത്, ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത്. ആ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആ ഒരുമ എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻ്റെ ശരീരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് ഒരുമ. അല്ലാണ്ട് ഒരുമ വരത്തില്ല.